ഹായ് ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് ഒരു സൽക്കാരത്തിന് വേണ്ടി പോവാണ്. സത്യത്തിൽ സൽക്കാരം നമുക്കല്ല ഗൈസ്, അഭിക്കും ചിറ്റൂരാണ്. പക്ഷെ നമ്മളെ ഫാമിലിന്ന് എല്ലാവരെയും ക്ഷണിച്ചതുകൊണ്ട് നമ്മൾ ഒരുമിച്ചാണ് പോകുന്നത്. അമ്മേന്റെ ചേച്ചിന്റെ വീട്ടിലേക്കാണ്. അപ്പം ഇന്നത്തെ വ്ളോഗ് സൽക്കാരം വിശേഷങ്ങള് ഒക്കെയാണ്. പിന്നെ അത് കൂടാണ്ട് നമ്മൾ കുറച്ച് ചലഞ്ചസ്, ഗെയിമുകൾ അങ്ങനെയൊക്കെ സെറ്റ് ആക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ അതോടെ ഉണ്ടാവും കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ ഇറങ്ങി ഒരു 5 മണിക്ക് ചിരുന്ന് ഓഫീസിൽ നിന്ന് കൂട്ടി, സൗമീച്ചിൻ്റെ ഷോപ്പിൽ നിന്ന് കൂട്ടി, അങ്ങനെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഏട്ടൻ്റെയും അഭിനൻ്റെയും പണി കഴിയണമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. ഒരു 6:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ എത്തിയിട്ടോ. അപ്പം സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റും, അവിടെ ഒരു വാവുണ്ട്. അപ്പം നമ്മൾ മക്കളെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കളിപ്പിക്കുക ചെയ്യുകയാണ്. അതിനുശേഷം പിന്നെ നമ്മൾ ചായ കുടിക്കാനിരിക്കുകയാണ്. സത്യത്തിൽ ഇത് കഴിഞ്ഞിട്ടൊരു 2-3 ആഴ്ചയായി ഗൈസ്. എനിക്ക് വീഡിയോ അപ്ലോഡാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നല്ല തിരക്കാണ് ഗൈസ്. ഇപ്പം ആദ്യക്കൂട്ടിന് സ്കൂൾ കൂടെ കഴിഞ്ഞ് വന്നാൽ പഠിക്കാനും കൂടി ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് വീഡിയോയിൽ ഇരിക്കാൻ തീരെ സമയം കിട്ടുന്നില്ല. അതാണ് വീഡിയോ ലേറ്റ് ആയത്. അങ്ങനെ നമ്മൾ ചായ കൂടി കഴിഞ്ഞാൽ ചപ്പാത്തി പരത്തുന്നുണ്ട്. രാത്രി നമ്മൾ ചപ്പാത്തിയും അതുപോലെ തന്നെ ഗ്രില്ല് ചിക്കനും ആണ് ആക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പം ചിന്നു പരത്തി കൊടുത്തു, സോമീച്ചി ചൂട്ടു. അപ്പോഴത്തേക്ക് ഏട്ടനും കുട്ടാപ്പേട്ടനും കൂടെ ഗ്രില്ലിനുള്ള പരിപാടിയൊക്കെ സെറ്റ് ആക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതാക്കുമ്പോഴേക്കും അച്ഛനും അബിയും വിജിച്ചേട്ടനൊക്കെ ജോലി കഴിഞ്ഞ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ചു നേരം എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് കേട്ടോ. അതിനുശേഷമാണ് പിന്നെ നമ്മളെ ചലഞ്ച് കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. ഗൈസ്, ഇതാണ് നമ്മൾ ആദ്യത്തെ ചലഞ്ച്. ബോട്ടിലിൽ എന്താ പറയുക, സ്ട്രോ ഇടണം. പക്ഷെ നേരെ നോക്കിയിട്ടല്ല, സെൽഫി ക്യാമിൽ സെൽഫി നോക്കിക്കൊണ്ട് വേണം നമ്മൾ സ്ട്രോ ഇടാൻ കേട്ടോ. നല്ല നൈസ് പരിപാടിയായിരുന്നു. അങ്ങനെ എല്ലാവരെയും നമ്മൾ പങ്കെടുപ്പിക്കുന്നുണ്ട് കേട്ടോ. ഗൈസ്, ഇതിൻ്റെ ഫ്രണ്ട് ക്യാമിലെടുത്ത വീഡിയോ ഉണ്ടായിരുന്നു. എൻ്റെ ഒന്ന് മിസ്സായിപ്പോയി ഗൈസ്. ഇങ്ങനെ ഇത്രയും ഡിലേ ആയതുകൊണ്ടാണ്. ലച്ചു എന്തായാലും തോറ്റിരിക്കുന്നു. അടുത്തത് ചിന്നു. വിഷയുടെ തോറ്റ് പിന്മാറരുത്. സന്ദീപിന്റെ വീടിനപ്പുറത്തേക്ക് ഞാൻ ഇനി തിന്നാക്കി വീശയുടെ തോറ്റു. നേരത്തെ തിരുവോത്ത് തറവാണ് വേണ്ടി കുപ്പിയുടെ ഫോൺ ആദ്യം മാറിക്ക്, ആദ്യം മാറിക്ക്. ഇതിലേക്ക് നോക്കാം. എന്നിട്ട് ആ കുപ്പി എന്നിട്ടോ ഇതിലേക്ക് നോക്കിയിട്ട് കുപ്പി കുറച്ചുകൂടി കൊണ്ട് നീക്ക്. ആദ്യ തട്ടല്ല വാവ തട്ടല്ല എന്തായാലും തൂക്കും. അത് വേറെ അല്ല ഒരു മാറ്റി കിട്ടില്ലേ? അങ്ങോട്ട് നോക്കിട്ടാണ് അങ്ങോട്ട് നോക്കണ്ടേ എന്നാലല്ലേ കാണൂ.
ഗൈസ്, അപ്പോൾ ഇതിൽ അഭിനയാണ് വിജയിച്ചത്. അടുത്തത് നമ്മൾ ബിസ്ക്കറ്റ് തിന്നാം. ഇതെങ്ങനെയാ വെച്ചാൽ 1 മിനിറ്റിനുള്ളിൽ ഇത് എത്ര ബിസ്ക്കറ്റ് നമ്മൾ തിന്നുന്നതാണ്. ബിസ്ക്കറ്റ് തിന്നാന്നുള്ളത് കുറച്ച് ടാസ്ക്കാണ്. മറ്റേ ഒരു ഗോതമ്പത്തിന്റെ സാധനമാണല്ലോ. അപ്പൊ നമുക്ക് നോക്കാം. അടുത്ത ടാസ്ക് ഇതാണ്. ഗൈസ് കേട്ടില്ലേ ഗൈസ്, ഇവര് 1 മിനിറ്റില് ചിന്നു എത്ര എണ്ണം തിന്നു? ഏട്ടാ എത്ര തിന്നു? 10 എണ്ണം തിന്നു. ആ ഓക്കെ, എന്നാ റെഡി. വെള്ളം കൊടുക്കാൻ പറ്റില്ല. സ്റ്റാർട്ട്. അത് തിന്ന് കഴിയണോ? എന്നിട്ട് അടുത്തത് വായത്തെ ഫുള്ള് തിന്ന് കഴിയണം. എടോ ഞാൻ എണ്ണ തിന്നെ. ആ പിന്നെ അത് തിന്ന് കഴിയണേ. നാലെണ്ണം. ഗൈസ് 24 സെക്കൻഡ്. ആ 15 സെക്കൻഡ്. 15 സെക്കൻഡ്. ഞാൻ ഇറക്കാതെ എടുക്കല്ലേ. 6 സെക്കൻഡ്. ആ 6 സെക്കൻഡ്. ആ ഗെയിം ഔട്ട്, ഗെയിം ഔട്ട്. ഓക്കെ ഗൈസ്, 1 മിനിറ്റിനുള്ളിൽ അമ്പാടി 6, ചിന്നു 4 കേട്ടോ. ഇനി അടുത്തത് അബി വിജയിച്ചേട്ടനും കൂടെയാണ്. കൗണ്ട് ചെയ്യണേ. ഒന്ന് ചായന്റെ കൂടെ കുടിക്കുന്നത് ആ ഒന്ന് അവരുണ്ട്. വിജയിച്ചേട്ടൻ ആദ്യം പറഞ്ഞില്ലേ അല്ലല്ല, അബി 2, വിഷണ്ണു 2. വിജയിച്ചേട്ടൻ 3. വിജയിച്ചേട്ടൻ ആ 4, 4. ആ ടൈം ഔട്ട്, ടൈം ഔട്ട്, ടൈം ഔട്ട്. ഇനി അടുത്ത അനിയന്റെയും തമ്മിലുള്ള മത്സരമാണ്. അതിലല്ലേ സ്റ്റാർട്ട് ചെയ്യട്ടെ. ആ സ്റ്റാർട്ട്, 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 സ്റ്റാർട്ട്. രണ്ടാള് രണ്ടാമത്തെ അല്ലേ? രണ്ടെണ്ണം കഴിച്ചു. അമ്മ 3. ആ 2 3. അത് ഫുള്ളാവോ നോക്കാം. ആ ചേച്ചിൻ്റെ ചേച്ചി. ആ ടൈം ഔട്ട്. അമ്മ അഴിയണമെന്നില്ല. ഗായ്സ്, അതിൽ ചേച്ചി 2.5, അമ്മ 2. അവരും തോറ്റിരിക്കുകയാണ്. ഇപ്പം നിലവിൽ ടോപ്പിലുള്ളത് അമ്പാടിയാണ് 6 എണ്ണം. പിന്നെ അച്ഛനും സൗമേച്ചി. എന്താ പറയുക വായ ചേച്ചി 2. ആ അച്ഛൻ 3.
നാല് 3 കൂട്ടാൻ പറ്റില്ല 4 കൂട്ടാൻ പറ്റില്ല 3 ആ ടൈം ഗൈസ് അതിൽ അച്ഛൻ 4 ഏച്ചി 2 അങ്ങനെയാണ്. ഇനി ലച്ചു അബിരിയാണ്. പിന്നെ മാട്ടടി അടിക്കുന്നുണ്ട് ഗൈസ്. ലച്ചു ഒന്നല്ല കഴിഞ്ഞുള്ളൂ. രണ്ടാമത്തെ അല്ലേ അഭിനയം 3-ാമത്തെ. അമ്മ മോളെ അഭിനയം 4-ാമത്തെ. അഭിനയം 3-ാമത്തെ 4-ാമത്തെ അല്ലേ 4-ാമത്തെ അപ്പൊ വയലെ പോയത്. ഗൈസ് പിന്നെ ആദ്യം റിച്ചു ആണ് മത്സരിക്കുന്നത്. അതിൽ 2 പേരും 2 വീതം കഴിക്കുന്നുണ്ട്. 3-ാമത്തെ റിച്ചു എടുക്കുന്നുണ്ട്, പക്ഷേ കഴിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ടൈം ഔട്ട് ആകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൽ ഞാൻ വിജയിനെ കണ്ടുപിടിച്ചിട്ടില്ല. മക്കൾക്കൊരു രസത്തിന് വേണ്ടി കൊടുത്തേ ഉള്ളൂ കേട്ടോ. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു ഗെയിം കൂടെ കളിക്കുന്നുണ്ട് ഗൈസ്. അഭിനയാണ് ജയിച്ചത്. അടുത്ത കളി എന്ന് വെച്ചാൽ ഒരു കാൻഡിൽ കത്തിച്ചു വെക്കും. എന്നിട്ട് നമ്മൾ ചുണ്ടിൽ ഒരു പേപ്പർ വെച്ചിട്ട് ആ പേപ്പർ കൊണ്ട് വേണം ഇത് അടയ്ക്കാൻ. ഞാൻ കാണിച്ചു തുടങ്ങിയോ. സ്റ്റാർട്ട്. ഗൈസ് ഈ ഒരു ഗെയിം കുറച്ച് ടാസ്ക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ ആരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നില്ല കേട്ടോ. ഇത് 2-3 ആൾ ചെയ്തപ്പോൾ തന്നെ മതിയായി. അഭിനയം നമ്മൾ കുറേ നേരം മെനക്കെടുന്നുണ്ട്. ശരിക്കും ഇവള് ചെയ്യുന്ന പോലെയാണ് ഇത് ചെയ്യേണ്ടത്. ഏട്ടനും അഭിയും വിജിച്ചാണ് ഉടായ്പ് കാണിച്ചിട്ടുണ്ട്. എന്തായാലും അപ്പോഴത്തേക്കും സമയം നല്ല ലേറ്റായി ഗൈസ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പം നമ്മൾ ചപ്പാത്തി ഉണ്ട്, പൂളുണ്ട്, കുബൂസ് ഉണ്ട് ഒക്കെ ഉണ്ട്. വേണ്ടവർക്ക് എന്താ വെച്ചാൽ കഴിക്കാം. പിന്നെ മറ്റേ പെരീൻ്റെ മറ്റേ പേസ്റ്റ് നമ്മളാക്കിയിട്ടുണ്ട്. ഒരുമിച്ച് തേക്കുന്നില്ല, മക്കളുണ്ട്. പിന്നെ എരിവ് അത്ര ഇഷ്ടമില്ലാത്തവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വേണ്ടവർക്ക് അതിൽ തേച്ചിട്ട് കഴിക്കാം. അപ്പം എനിക്കെരിവ് വേണം, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് വേണ്ട സാധനത്തിൽ തേക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. ഇനി ഫുഡ് കഴിച്ചിട്ടാണ് ഗൈസ് നമ്മൾ ബാക്കി കലാപരിപാടികൾ. ഗൈസ് അടുത്ത കളി മൈദപ്പൊടി പാസ് ചെയ്യലാണ്. കാട് വെച്ച് പാസ് ചെയ്യുന്ന കളിയാണ് കേട്ടോ. അപ്പോൾ 2 ടീം, ഒന്ന് ഏട്ടനും സൗമ്യേച്ചി ചിന്നു അങ്ങനെ ഒരു ടീം, മറ്റോടത്ത് അവിനാശി ചേച്ചി അങ്ങനെ ഒരു ടീം. 2 ടീമാണ്. അപ്പോൾ ഇത് ശരിക്കും എനിക്ക് കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല ഗൈസ്. കാരണം ഒരാൾ ഒരു വഴിക്ക് പോകുമ്പോൾ ഒരാൾ വേറെ വഴിക്ക് പോവാണ്. പക്ഷെ എന്നാലും ഇതിൽ ജയിച്ചത് ഏട്ടൻ്റെ ടീമാണ് കേട്ടോ. ഒരു 4 റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത്, മറ്റൊരു തീരെ പോയിട്ടില്ല. അഭിനയുടെ അമ്മ അഭി വെയിറ്റിംഗ് എല്ലാ എത്രാമത്തെ റൗണ്ടാണ് ഓർമ്മ. അല്ല ഇത് പ്ലേറ്റ് ചെയ്ത് ഞാൻ കാരണം ഈ റൗണ്ട് കണക്കൊന്നുമില്ലേ ഒരിട്ട് കഴിയണം തരാൻ പാടില്ല. 3-ാമത് കഴിഞ്ഞു. എല്ലാത്തിനും ആരാ ചേച്ചിന്ന് എങ്ങനെയാ മനസ്സിലാക്കുക? ഇത് 4-ാമത്തെ റൗണ്ട്, ഇത് സിംഗിൾ റൗണ്ടാ. അയ്യേ ഇത് ശരിയായില്ല. അങ്ങനെ കൂട്ടിക്കഴിഞ്ഞില്ലേ
ഗൈസ് ഈ ഗെയിം കൊളായിപ്പോയി ഗൈസ്, നമ്മൾ കോമഡി ആയിപ്പോയി, കറക്റ്റായിട്ട് നമുക്കിത് കളിക്കാൻ പറ്റില്ല ഗൈസ്. എന്തായാലും നല്ല രസമുള്ള പരിപാടിയായിരുന്നു. പിന്നെ അടുത്ത ഗെയിം കുറച്ച് ഇതിനേക്കാളും കോമഡിയാണ്. അത് ഗെയിമായിട്ട് എടുക്കേണ്ടത് ജസ്റ്റ് തമാശയാക്കി എടുത്താൽ മതി. ഒരു ടിഷ്യൂ പേപ്പർ ഉണ്ടാവും, ആ ടിഷ്യൂ പേപ്പറിന് ഒരാൾ കീറി അടുത്ത ആൾക്ക് കൊടുക്കണം, അടുത്ത ആളിന് കീറിയിട്ട് അടുത്ത ആൾക്ക് കൊടുക്കണം, അങ്ങനെ ഇങ്ങനെ കീറി ലാസ്റ്റത്തെ റൗണ്ട് വരെ എത്തണം. അതായിരുന്നു അടുത്ത ഗെയിം കേട്ടോ. അങ്ങനെയല്ല വന്നത്. മോനെ ആളില്ല. ഒരു കാര്യം ഉണ്ടായില്ല പണിയെ. താടി അടക്കം എടുക്കണ്ടേല്ലോ. അവിടെ കൊടുക്ക് ലാസ്റ്റ്. ഗൈസ് അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങി. രാവിലെ 10-11 മണി അതിൻ്റെ എല്ലാം കൂടി എണീക്കുമ്പം ഉറങ്ങുമ്പോൾ തന്നെ ഒരു 4 മണി ആയിക്കുന്നു ഗൈസ്. അതുവരെ നമ്മൾ കളിക്കുമായിരുന്നു. അങ്ങനെ രാവിലെ എണീച്ചതിന് ശേഷം എല്ലാവരും റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ചപ്പാത്തി, പൊരിച്ച പത്തിരി, വെള്ളപ്പം, പത്തിരി, പൊറാട്ട, അങ്ങനെ എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മളതെല്ലാം കൂട്ടി ഒരുമിച്ചിരുന്ന് ചായയൊക്കെ കുടിക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾക്ക് കല്യാണത്തിനും എൻഗേജ്മെൻറ്റിനൊക്കെ ബിരിയാണി വെച്ച ആൾ തന്നെയാണ് ഇവിടെ ബിരിയാണി വെക്കുന്നത്. അപ്പോൾ അവർ വീട്ടിൽ വന്നിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ അവരതൊക്കെ സെറ്റാക്കുന്നുണ്ട്. നല്ല ബിരിയാണിയാണ്. ഇവർ ബിരിയാണീൻ്റെ റെസിപ്പി ഞാൻ നോക്കട്ടെ, കഴിയുകയാണെങ്കിൽ അപ്ലോഡ് ആക്കുന്നുണ്ട്. അങ്ങനെ ബിരിയാണിയൊക്കെ വെച്ചു. നമ്മൾ ഫുഡ് കഴിക്കണം. അതിനിടയിൽ നമ്മൾ ചക്കിക്ക് ഫുഡ് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ നമ്മളൊരു റീല് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാൻ കേട്ടോ എല്ലാവരും കൂടി. അതിനുശേഷം നമ്മൾ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. ഗൈസ് നമ്മള് എന്താ പറയാ ശാന്തിഗിരി ആശ്രമത്തിൽ പോവാണ്. ഇപ്പൊ സൽക്കാരൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ കുറേ റീൽസ് ഒക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നമ്മള് ഇനി ശാന്തിഗിരി ആശ്രമത്തിലേക്ക് പോവാണ്. ഗൈസ് അങ്ങനെ നമ്മൾ ശാന്തിഗിരി ആശ്രമത്തിലെത്തി. ഒരു 5:30-6 മണി ആവാനായിട്ടുണ്ടാവും എത്തുമ്പോൾ തന്നെ ചക്കിമോൾ ഉറങ്ങാണ് കേട്ടോ. അപ്പോൾ നമ്മൾ താഴ്ന്ന് കാല് കഴുകിയിട്ട് വേണം മേലോട്ടേക്ക് കയറാൻ. ഇന്ന് അവിടെ എന്തോ പൂജ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു 6 മണിക്ക്. ആ സമയത്ത് എല്ലാ ദിവസവും ഉണ്ടാവുമെന്ന് അറിയില്ല, എന്തായാലും നമ്മൾ പോയ സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആ പൂജയിലൊന്നും പങ്കെടുക്കുന്നില്ല ഗൈസ്. ഞാൻ പുറത്തുനിന്ന് കുറച്ച് വീഡിയോ എടുത്തു, ഫോട്ടോസ് എടുത്തു, പിന്നെ കുറച്ച് നേരം അവിടെ തിരിഞ്ഞ് കളിക്കുന്നുണ്ട്. കാര്യമായിട്ട് ഇവിടുത്തെ ഒരു എന്താ പറയുക ഫോട്ടോഷൂട്ടാണ് മെയിനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ അവിടെ പോയി അതൊക്കെ കണ്ടു. പിന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ വ്യൂ ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പൂജ നടക്കുന്നവരെ നമ്മൾ പുറത്തുനിന്ന് കുറച്ച് നേരം ഇതൊക്കെ ആസ്വദിച്ചു. അത് കഴിഞ്ഞ് താഴത്തുനിന്ന് ഒരു ചായ കുടിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവായിരുന്നു കേട്ടോ. അപ്പോൾ വീണ്ടും ഷീറ്റേച്ചിൻ്റെ വീട്ടിൽ തന്നെ പോയി അവിടുന്ന് രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ തിരിച്ച് കലയിലേക്ക് പോകുന്നത്. ശാന്തിഗിരി ആശ്രമത്തിൽ നിന്ന് വന്നപ്പോൾ തന്നെ എല്ലാവരും ടയേർഡായി. പിന്നെ കഴിക്കാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് അപ്പോൾ പിരിയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം കേട്ടോ.